ശ്ലോകം 8. എങ്ങനെയുണ്ട് അവരുടെ ഒരു ദിവസം? അത് ഉദ്ധവർ പറയാൻ. ത്വൽപ്രോൽഗാനൈഹി സഹിതം, ആ ഭഗവാന്റെ ലീലകളെ വീണ്ടും വീണ്ടും ഗാനം ചെയ്യുക. എപ്പോഴും അനിശം എല്ലായ്പ്പോഴും ആ ഭഗവാന്റെ ലീലകൾ ഗാനം ചെയ്യുക. ഏതൊക്കെ ലീലകളാണ് അവർക്കറിയാം. ആ പൂതനെ തൊട്ട് കേശിവധം വരെ, വ്യോമാസുരൻ വരെ, യശിയും കഴിഞ്ഞ് വ്യോമാസുരൻ, ഓരോന്നും അവരുടെ ഇടയിലുള്ള കവികൾ അതിനെക്കുറിച്ചുള്ളതായ ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. ത്വൽപ്രോൽഗാനൈഹി, അങ്ങയെക്കുറിച്ചുള്ളതായ ആ വിശേഷപ്പെട്ട ഗാനങ്ങൾ, ആ ഗാനങ്ങൾ പാടിക്കൊണ്ട് സർവതോഗേഹകൃത്യം, എല്ലാ വീട്ടുപണികളും നടത്തുന്നത്. രാവിലെ എണീച്ച് കുളിക്കുന്ന ആ സമയത്ത്, വീട് വൃത്തിയാക്കുന്ന സമയത്ത്, അടിക്കുക തുടയ്ക്കുക ഇതെല്ലാം ചെയ്യുന്ന സമയത്ത്, ആഹാരമുണ്ടാക്കുന്ന ആ സമയത്ത്, മാട്ടിനെ കറക്കുന്ന ആ സമയത്ത്, ആ പാല് തിളപ്പിക്കുന്ന ആ സമയത്ത്, ഭർത്താവിനും കുട്ടികൾക്കും ആഹാരം കൊടുക്കുന്ന ആ സമയത്ത്, സർവതോഗേഹകൃത്യം, എല്ലാ വീട്ട് പണികൾ ചെയ്യുമ്പോഴും ത്വൽപ്രോൽഗാനീ സഹിതം, ആ ഭഗവാന്റെ ആ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നതായ ആ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അവർ ജീവിതം കഴിക്കുന്നത്. ഇനി 2 ഗോപി തമ്മിൽ, ഇതൊരു വീട്ടിലെ കാര്യം പറഞ്ഞു, 2 ഗോപികൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. ത്വദ്വാർത്തൈവ പ്രസരതി മിതഃ, എപ്പോൾ 2 പേരും ഒന്നിച്ച് മുട്ടിയാൽ, മിതഃ കണ്ടുമുട്ടിയാൽ, ത്വദ്വാർത്തൈവ പ്രസരതി, ഭഗവാനെക്കുറിച്ചുള്ള വാർത്ത. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. കൃഷ്ണൻ എന്താണാവോ നമ്മളെക്കുറിച്ച് ചിന്തിക്കണേ എന്നുള്ളതായ ചിന്ത മാത്രമേ ഉള്ളൂ. ത്വദ്വാർത്തൈവ പ്രസരതി മിതഃ, ഇത്ര മാത്രമാണോ? അല്ല. പല ഗോപിമാരും ആ ഭഗവാനെ രാത്രിയിൽ ഉറക്കത്തിൽ കാണുന്നു. സൈവ ചൊൽസാവലാഭ, ഉത്സ്വാപലാഭ, ഉത്സാപം ഉറക്കം, ഉറക്കത്തിൽ അവർ പറയുന്നു. ഭഗവാനെക്കുറിച്ചാണ് അവർ ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉദ്ധവർ അറിഞ്ഞത്? ഓരോ ഗോപി പറഞ്ഞു, ഈ രാധ എങ്ങനെയാണ് കേട്ടോ എന്ന് ഓരോരുത്തരും മറ്റുള്ള ഗോപിമാരെക്കുറിച്ച് ഉദ്ധവരോട് പറയുണ്ടായി. ചേഷ്ടാപ്രായ ത്വദനുകൃതയ, അവർ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്, ചേഷ്ടിക്കുന്നത് ഭഗവാൻ ചെയ്യുന്നത് പോലെ, അതാണ് എല്ലാം ഭഗവാനെ അനുകരിച്ചുകൊണ്ട്. അതാണ് നടത്തം, ഭഗവാനെ പോലെ നടക്കാൻ ശ്രമിക്കുന്നു. വാക്കുകൾ ഭഗവാനെ പോലെയുള്ളതായ വാക്കുകൾ പറയാൻ ശ്രമിക്കുന്നു. ത്വന്മയം സർവമേവം, ഭഗവത് സ്വരൂപികളായിത്തീർന്നു അവർ. രൂപം ഇപ്പോൾ ഗോപികളുടെ രൂപമാണെങ്കിലും അവർ ഭഗവത് സ്വരൂപികളായിത്തീർന്നു. ദൃഷ്ട്വാ തത്ര, ഈ 2 മാസക്കാലം ഉദ്ധവർ ഇത് കണ്ടു. ഓരോ ഗോപിയുടെ വീട്ടിലും വെച്ച് കണ്ടു. വിജനപ്രദേശത്ത് വെച്ച് എല്ലാവരെയും കൂടി ഒന്നിച്ച് കണ്ടു. പലരോടും സംസാരിച്ച് കണ്ടു. അവരെ ആ വഴിക്ക് പോകുന്ന സമയത്ത് അവരുടെ വീട്ടുകൾ വരുന്ന പാട്ടുകളിൽ നിന്ന് മനസ്സിലാക്കി. അവരുടെ ഉറക്കത്തിലെ അനുഭവത്തെപ്പറ്റി ഓരോരുത്തരും പറഞ്ഞ് ഉദ്ധവരറിഞ്ഞു. ദൃഷ്ട്വാ തത്ര, ഈ വിധത്തിൽ അവിടെ കണ്ടിട്ട് വിമുഖതധികം, വല്ലാണ്ട് മോഹിച്ചു പോയി, പരവശനായി. ഇങ്ങനൊരു ഭക്തിയോ, ഇങ്ങനൊരു ഭക്തിയോ. ഉദ്ധവർ തന്നെ ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. അതാണ് ഭഗവാൻ ഉദ്ധവരെ തന്നെ അയച്ചത്. പക്ഷേ ഇത്രത്തോളം ഭക്തി ഞാൻ കണ്ടിട്ടില്ല. വിസ്മയാ ഉദ്ധവോയം, ആശ്ചര്യം, ആശ്ചര്യം. ഉദ്ധവർ പോലും
ആശ്ചര്യപ്പെട്ടു പോയി എന്നർത്ഥം. ആ 8ാമത്തെ ശ്ലോകം വളരെ ശ്രേഷ്ഠമാണ്. അവർ ഭഗവത് സ്വരൂപികളായി എന്ന് കാണിക്കുന്ന ശ്ലോകമാണ്. അവരുടെ എല്ലാ കൃത്യങ്ങളും ഭഗവാനെക്കുറിച്ച് മാത്രം. ആ ഭഗവത് ചിന്ത ഒരിക്കലും വിട്ടുപോകുന്നില്ല. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. അതാണ് കർമ്മയോഗം. യോഗസ്ഥ കുരു കർമാണി. യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട്, ഭഗവത് ചിന്തയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂ. ആ ഭഗവത് ചിന്ത ഉണ്ടാകാനാണ് അവർ ഭഗവാനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിയത്. നമുക്കും അതുപോലെ പാടാൻ സാധിക്കുന്നവരെ പാടിക്കോളൂ, പാടാൻ സാധിക്കാത്തവരെ നാമം ജപിക്കാമല്ലോ. ആ ഭഗവത് ചിന്ത നിലനിർത്തണം. ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്തും ആ ഭഗവത് ചിന്ത ഉണ്ടാവണം. അങ്ങനെ ഭക്തനായിരിക്കുന്ന ഉദ്ധവർ പോലും അവരുടെ ആ ഭക്തി കണ്ട് ആശ്ചര്യപ്പെട്ടു, അത്യാശ്ചര്യപ്പെട്ടു എന്ന് പറയാം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കേണ്ടത്. മച്ചിത്താഹ. ഗീത 10ാം അധ്യായത്തിൽ 9ാമത്തെ ശ്ലോകം. മച്ചിത്താഹ. ആ മനസ്സിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരിക്കണം. മച്ചിത്താഹ. മദ്ഗത പ്രാണാഹ. നിങ്ങളുടെ പ്രാണൻ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടിയുള്ളതാവണം. മദ്ഗത പ്രാണാഹ ബോധയന്തഃ പരസ്പരം. അന്യോന്യം കണ്ടാൽ എന്നെക്കുറിച്ച് നിങ്ങൾ പറയണം. കഥയന്തശ്ച മാം നിത്യം. അങ്ങനെ ദിവസേന എന്നെക്കുറിച്ച് പറഞ്ഞ് ആര് ജീവിക്കുന്നുവോ തുഷ്യന്തി, അവൻ ജീവിതത്തിൽ സന്തോഷിക്കുന്നു. രമന്തി, ജീവിതകാലം മുഴുവൻ രമിക്കുന്നു. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകമാണത്. നിരന്തരം ഭഗവത് ചിന്തയിൽ ഇരിക്കൂ. ആര് ഈ വിധത്തിൽ ഭഗവത് ചിന്തയിൽ എപ്പോഴും ഇരിക്കുന്നുവോ അവർ പരമാനന്ദം അനുഭവിക്കണു എന്ന് ആ ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികളും പറയുന്നുണ്ട്. മോഹമുദ്ഗരം എന്ന് പറയുന്നതായ ആ ഭജഗോവിന്ദത്തിൽ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ആരുടെ മനസ്സാണോ തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ബ്രഹ്മത്തിൽ, സച്ചിദാനന്ദ സ്വരൂപനായ ബ്രഹ്മത്തിൽ, സാന്ദ്രാനന്ദാവബോധ സ്വരൂപനായ ആ ബ്രഹ്മത്തിൽ എപ്പോഴും അങ്ങനെ മഗ്നമായിരിക്കുന്നത്, നിമഗ്നമായിരിക്കുന്നത്, അവർ ജീവിതകാലം ഇവിടെ ഇരിക്കുന്നതായ സമയത്ത് ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ആനന്ദം എല്ലാ അവസ്ഥയിലും ഉണ്ടാവുന്നു. അതാണ് 3 തവണ എടുത്തു പറഞ്ഞത്. നന്ദതി നന്ദതി നന്ദത്യേവ. ജാഗ്രതയായാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും എപ്പോഴും ആനന്ദം അനുഭവപ്പെടുന്ന അർത്ഥം. എല്ലാ അവസ്ഥയിലും ആനന്ദം നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ള അവരുടെ ആനന്ദത്തെ കണ്ടിട്ട് ഉദ്ധവർ വല്ലാതെ അതിശയിച്ചു പോയി. ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാത് ഉദ്ധവോയം. എല്ലാം കഴിഞ്ഞു. അവർക്ക് കൊടുത്തതായ ജ്ഞാനം, പ്രധാനപ്പെട്ടതായ ജ്ഞാനം ഓരോ ദിവസവും ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാൻ പറഞ്ഞ വാക്കുകൾ പറയുന്നുണ്ട്. എന്നാലും അവസാനം അവർക്കൊരു വാക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് രാധയോട് പറയുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടെ രാധ എന്ന് മാത്രം പറഞ്ഞെങ്കിലും എല്ലാ ഗോപികളോടും പറഞ്ഞതായിട്ട് വേണം നമ്മൾ വിചാരിക്കാൻ.